ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. എട്ടാം ക്ലാസ്സുകാരെ, നമുക്ക് ഇന്ന് ചാപ്റ്റർ 2വിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. ചാപ്റ്റർ 2 ഏതായിരുന്നു? ടുവേർഡ്സ് ദി എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്, അല്ലേ? നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെ നാഷണലിസം, നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദെൻ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, സ്വദേശി മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ അതിൻ്റെ അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 4 ക്ലാസ്സുകൾ ടീച്ചർ ഇതുമായിട്ട് കണക്റ്റഡായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ എല്ലാ ക്ലാസ്സുകളും എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഒരുമിച്ച് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോകളുടെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ടീച്ചർ ആ ക്ലാസ്സിൻ്റെ കീവേഡ്സ്, മെയിൻ ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ഇതെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് എഴുതുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ബോധം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അറിവ് കിട്ടും. അപ്പോൾ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുണമുള്ളത്, ടീച്ചർ ഇടുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിലെ 8, 9, 10 അപ്പോൾ 3 ക്ലാസ്സിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോ വന്നോ എന്ന് അന്വേഷിച്ച് പോകണ്ട. നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ഒരു ലൈക്ക്, അതുപോലെ ഒരു കമൻറ്റ് ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ടുവേർഡ്സ് ദി എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് പഠിക്കുക. ഇന്നത്തെ ലാസ്റ്റ് ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും ആ 2 ഗ്രൂപ്പായിട്ട് അവർ തിരിയുകയും ചെയ്തു. അതിൻ്റെ എന്താണ് കാരണം, ആരൊക്കെയാണ് ഈ ഓരോ ഗ്രൂപ്പിൻ്റെയും ലീഡേഴ്സ്, ഈ ഗ്രൂപ്പ് രണ്ടാകാനുള്ള അവരുടെ ഐഡിയോളജി, ഓരോ ഗ്രൂപ്പിൻ്റെ ഐഡിയോളജി, അവരുടെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട 3 ഇന്ത്യൻ ലീഡേഴ്സ്, ലാൽ പാൽ ബാൽ, അല്ലേ, അങ്ങനെ അറിയപ്പെടുന്ന ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ലീഡേഴ്സ് ആരൊക്കെയാണ്. അതുപോലെ തന്നെ ആനി ബസന്റ്, നമുക്കറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിലെ ഒരു ഫേമസ് ഫേസാണ് ആനി ബസന്റ്. ഒരു വിദേശിയായിട്ടും ഒരു ഫോറിനറായിട്ടും അവർ ഇന്ത്യക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഇന്ത്യക്ക് വേണ്ടി സ്ട്രഗിൾ നടത്തുകയും ഒക്കെ ചെയ്ത, ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടിയ, അതിനുവേണ്ടി ഇംപ്രിസൺമെൻ്റ് ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് ആനി ബസന്റ്. അപ്പോൾ ആനി ബസന്റിനെ പറ്റിയും അവരുടെ ഹോം റൂൾ ലീഗിനെ പറ്റിയും ഒക്കെ നമ്മളിത് പഠിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഇതൊന്നുമല്ലാതെ റെവല്യൂഷണറികളായിട്ട് പ്രവർത്തിച്ച കുറച്ചു ഇൻഡിപെൻഡൻസ് സ്ട്രഗ്ലേഴ്സ് ഉണ്ടായി. അതായത് ആംഡ് റിബല്യൻ, അവർ ആയുധം എടുത്ത് പോരാടിയ ചില ഇൻഡിപെൻഡൻസിനുമായിട്ട് ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസും ചില ഓർഗനൈസേഷൻസും ഒക്കെ നമുക്കുണ്ട്. അതും കൂടി വളരെ ചുരുക്കി പഠിച്ച് നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വളരെ മനോഹരമായ ചാപ്റ്റേഴ്സാണ് നമ്മുടെ 4th ചാപ്റ്റർ. അപ്പോൾ അടുത്തതായിട്ട് 4th ചാപ്റ്റർ ആയിരിക്കും ഒന്നുകൂടി ഈ തുടക്കത്തിൽ തന്നെ പറയുന്നു. കാരണം ഒരു പക്ഷേ നമ്മുടെ സമയം തീർന്നു പോയാൽ ഇതൊന്നും അവസാനം പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ടീച്ചർ തുടക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ആയിരുന്നു. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഫോം ചെയ്ത എ.ഒ. ഹ്യൂം, അല്ലേ, അദ്ദേഹം ഫോം ചെയ്തു തന്ന W.C. ബാനർജി അതിൻ്റെ ലീഡർഷിപ്പ് കൊടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിലെ ആശയപരമായ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ ഗ്രൂപ്പുകളുടെ പേരാണ് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. മോഡറേറ്റ്സ് ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവരായിരുന്നു. എക്സ്ട്രീമിസ്റ്റ് അവരെന്തായിരുന്നു, കുറച്ച് റെവല്യൂഷൻ വേണമെന്ന് പറയുന്നവരായിരുന്നു എക്സ്ട്രീമിസ്റ്റ്.
അപ്പോൾ ബ്രിട്ടീഷുകാരോട് വളരെ നയപരമായിട്ട് ഇടപെട്ടാൽ മതിയെന്ന് പറയുന്നവരുടെ ഗ്രൂപ്പായിരുന്നു മോഡറേറ്റ്സ്. അവരൊരിക്കലും ആംഡ് റിബല്യൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ബട്ട് ദിസ് എക്സ്ട്രീമിറ്റ്സ് ദേ നീഡ് ആംഡ് ഓർ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡറേറ്റ്സിനെ ഒന്ന് കാണാം. ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് ഫിറോസ് ഷാ മേത്ത, ഇവർ രണ്ടുപേരും മോഡറേറ്റുകളായിരുന്നു, മോഡറേറ്റ് ലീഡേഴ്സ് ആയിരുന്നു. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയും ഫിറോസ് ഷാ മേത്തയും മോഡറേറ്റ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ പിന്തുടരുന്ന മോഡറേറ്റ് വിഭാഗത്തിൽപ്പെടാവുന്ന രണ്ട് ലീഡേഴ്സാണ്. ടെക്സ്റ്റിൽ ഇവരുടെ ഫോട്ടോ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എക്സ്ട്രീമിസ്റ്റിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ലീഡറാണ് നടുക്ക് കാണുന്നയാള് ബാലഗംഗാധര തിലക്. സൈഡിൽ രണ്ടുപേരിരിപ്പുണ്ട്. അതിലൊരാൾ ലാല ലജ്പത് റായ്, അത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്നയാൾ. ദെൻ റൈറ്റ് സൈഡിലിരിക്കുന്നയാളാണ് ബിപിൻ ചന്ദ്രപാൽ. സോ ലാൽ ബാൽ പാൽ, ലാൽ ബാൽ പാൽ. ഓക്കെ, ബാലഗംഗാധര തിലക് he is in the middle and Lala Lajpat Rai, he is the left side, and in the right side Bipin Chandra Pal. Bal, Pal, Lal. Okay, ഇവരൊക്കെ എക്സ്ട്രീമിസ്റ്റുകളായിരുന്നു. Then compare the working methods of the moderates with that of extremists in the Indian national movement. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ എക്സ്ട്രീമിസ്റ്റുകളുടെയും മോഡറേറ്റ്സുകളുടെയും വർക്കിംഗ്, അതിൻ്റെ മെത്തേഡ് എന്തായിരുന്നെന്ന് നമ്മളൊരു നോട്ട് എഴുതാനായിട്ട് പഠിക്കാം, കമ്പയർ ചെയ്യാൻ പഠിക്കാം. There were differences of opinion regarding the working methods of the Indian National Congress. Differences of opinion regarding the working method. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെ വർക്ക് ചെയ്യണം, അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെ വേണം, അതിനെ സംബന്ധിച്ച് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ടായി? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. മോഡറേറ്റ്സ് വാസ് നോട്ട് റെഡി ഫോർ ആൻ ഓപ്പൺ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഓപ്പൺ സ്ട്രഗിൾ, ഒരു ആംഡ് സ്ട്രഗിൾ were not this moderates, they were not ready for an armed struggle or open struggle against the British. Moderates propagated their ideas through peaceful and breathless struggle, meeting, speeches, resolutions. മോഡറേറ്റ് എന്തിനെയാണ് അവരെ പ്രൊമോട്ട് ചെയ്തത്, അവരെന്തിനെയാണ് ഇഷ്ടപ്പെട്ടത്? പീസ്ഫുൾ മെത്തേഡ്സ്. അവർ വളരെ ശാന്തമായ പീസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സാണ് ഇഷ്ടപ്പെട്ടത്. ബ്ലഡ് ലെസ് സ്ട്രഗിൾ, ചോര ചിന്താതെയുള്ള സ്ട്രഗിൾ. അവർ പറയുന്ന ഒരിക്കലും ചോര ചിന്താൻ പാടില്ല, പീസ്ഫുൾ ആയിരിക്കണം നമ്മുടെ പ്രൊട്ടസ്റ്റ്. ഓക്കെ, അവരുടെ 3 രീതികൾ ഏതൊക്കെയാണ്? മീറ്റിംഗ് കൂടുക, സ്പീച്ച് പറയുക, റെസൊല്യൂഷൻസ് ഉണ്ടാക്കുക. എന്താണ് റെസൊല്യൂഷൻ? അവർക്ക് ചില മെമ്മോറാണ്ടങ്ങളൊക്കെ എഴുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക, അവർക്ക് ചില പെറ്റീഷൻസ് ഒക്കെ എഴുതി കൊടുക്കുക, സ്പീച്ചുകളൊക്കെ അവർക്കെതിരെ പറയുക, പിന്നെ മീറ്റിംഗ് ഒക്കെ കൂടി അതിനെപ്പറ്റി ആലോചിക്കുക. ഇങ്ങനെയുള്ള മെത്തേഡ്സ് മാത്രം മതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു മോഡറേറ്റ്സ്. അവരെന്താണ് ആഗ്രഹിച്ചത്? പീസ്ഫുൾ മെത്തേഡ്സ്, ബ്ലഡ്ലെസ് സ്ട്രഗിൾ. ഓക്കെ, ബട്ട് ദിസ് എക്സ്ട്രീമിസ്റ്റ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ മോഡറേറ്റ്. പക്ഷേ എക്സ്ട്രീമിസ്റ്റുകൾക്ക്, അതായത് ബാലഗംഗാധര തിലകിനെ പോലെയൊക്കെയുള്ള എക്സ്ട്രീമിസ്റ്റുകൾക്ക് ഈ ഒരു പീസ്ഫുൾ മെത്തേഡ്സിനെ അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു, അവർക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ഓക്കെ, their mode of action was quite different. അവരുടെ എക്സ്ട്രീമിസ്റ്റുകളുടെ മോഡ് ഓഫ് ആക്ഷൻ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഫ്രം ദോസ് ഓഫ് ദി മോഡറേറ്റ്സ്. ഓക്കെ, ഇനി എക്സ്ട്രീമിസ്റ്റുകൾ എന്താണ് അവർ അഡോപ്റ്റ് ചെയ്തത്? ദേ അഡോപ്റ്റഡ് റെവല്യൂഷണറി മെത്തേഡ്സ് ഓഫ് ആക്ഷൻ. അവർ റെവല്യൂഷണറി മെത്തേഡ്സ് അല്ലെങ്കിൽ ആംഡ് റിബല്യൻ ആണ് ആഗ്രഹിച്ചത്. എങ്ങനെ? സ്വദേശി മൂവ്മെൻറ്റ്, ബോയ്ക്കോട്ടൊക്കെ പോലെയുള്ള ബോയ്ക്കോട്ട് ചെയ്യുക, അതുപോലെ റാലികൾ സംഘടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടി ബ്രിട്ടീഷുകാരെ കുറച്ചുകൂടി സമ്മർദ്ദപ്പെടുത്തുന്ന ചില ആക്ടിവിറ്റീസൊക്കെ വേണം, റെവല്യൂഷണറി മെത്തേഡ്സ് വേണം എന്ന് പറഞ്ഞവരായിരുന്നു എക്സ്ട്രീമിസ്റ്റ്. മോഡറേറ്റ്സോ ദേ വാണ്ട് പീസ്ഫുൾ മെത്തേഡ്സ്, ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്, സ്പീച്ചസ്, മീറ്റിംഗ്സ്, റെസൊല്യൂഷൻസ് എക്സെട്ര. ഓക്കെ, അടുത്തത് നമുക്കിവരുടെ ലീഡേഴ്സിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കാം. മോഡറേറ്റ്സ് ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത. എക്സ്ട്രീമിസ്റ്റ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. എക്സ്ട്രീമിസ്റ്റുകളുടെ പേര് ഓർത്തിരിക്കാനുള്ള എളുപ്പം ഏതാണ്? ബാൽ, പാൽ, ലാൽ. ഓക്കെ, ദെൻ സ്പ്ലിറ്റ് ഇൻ ദ ഇന്റർനാഷണൽ കോൺഗ്രസ് 1907, സൂറത്ത് കോൺഗ്രസ് കോൺഫറൻസ്. സൂറത്ത് കോൺഗ്രസ് കോൺഫറൻസിലാണ് ഈ സ്പ്ലിറ്റ് ഉണ്ടായത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
രണ്ട് ഗ്രൂപ്പായിട്ട്, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത വർഷം ഏതാണ്? 1907, 1907. അത് ഏത് കോൺഗ്രസിൻ്റെ ഏത് കോൺഫറൻസ് ആയിരുന്നു? സൂറത്തിൽ നടന്ന കോൺഗ്രസിൻ്റെ ഒരു കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിൽ ഇവർ അടിച്ചു പിരിഞ്ഞു. ഇവർ രണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങ് പിരിഞ്ഞു. ഓക്കെ. മിൻറ്റോ മോർലി റീഫോംസ് ഓഫ് 1909 പ്രൊവിഷൻസ്. അവർ രണ്ടാകാനുള്ള കാരണം മിൻറ്റോ മോർലി റീഫോംസ് എന്ന് പറഞ്ഞ് 1909 ഉണ്ടായ മിൻറ്റോ മോർലി ആ റീഫോംസ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് വേണം. എക്സ്പാൻഷൻ ഓഫ് ദ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചേഴ്സ്. അവരുടെ സൂറത്ത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂറത്തിലെ കോൺഫറൻസ് പറഞ്ഞത് അവരുടെ ലെജിസ്ലേച്ചറിൻ്റെ പവേഴ്സ് കുറച്ചുകൂടി എക്സ്പാൻഷൻ ഉണ്ടാക്കണം. ഓക്കെ. സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസ്. അപ്പോൾ മിൻറ്റോ മോർലി റീഫോംസ് 1909 രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇവിടെ ഈ PPT നോക്കിക്കേ, ഈ സ്ലൈഡിൽ ആദ്യം തന്നിരിക്കുന്നതെന്ന് പറയുന്നത് സെപ്പറേറ്റ് കാര്യമാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത വർഷം ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോണം 1907. ഓക്കെ, അത് തീർന്നു. ഇനി മിൻറ്റോ മോർലി റീഫോംസ് എന്ന് പറഞ്ഞ് നമ്മുടെ കോൺഗ്രസ്സിലെ മെമ്പേഴ്സിനെ, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഒന്നും നടത്താതെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഭരിക്കാൻ വേണ്ടി, ബ്രിട്ടീഷുകാർ ഇവരെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു റീഫോം കൊണ്ടുവന്നു, ഒരു ഭരണ പരിഷ്കാരം കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് മിൻറ്റോ മോർലി റീഫോം. ഈ മിൻറ്റോ മോർലി റീഫോം കൊണ്ടുവന്നത് 1909 ഈ 1909 മിൻറ്റോ മോർലി റീഫോംസിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ പ്രൊവിഷൻസ് രണ്ട്. ഒന്ന്, സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാക്കാം. മുസ്ലിംസിനെ പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസീസ്. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസുമാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അതിനെ മലയാളത്തിൽ എന്താണ് പറയുന്നത്? നിയോജക മണ്ഡലം. അപ്പോൾ മുസ്ലിംസിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാക്കാമെന്ന് മിൻറ്റോ മോർലി റീഫോംസിൽ അവർ ഒരു പ്രൊവിഷൻ വെച്ചു. രണ്ടാമത്തെ പ്രൊവിഷൻ എന്തായിരുന്നു? എക്സ്പാൻഷൻ ഓഫ് ദ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ. നമ്മുടെ ഇന്ത്യക്കാരെ കൂടെ അംഗങ്ങളാക്കുന്ന ലെജിസ്ലേച്ചർ ഉണ്ടല്ലോ, അതായത് പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിൻ്റെ അവരുടെ പവേഴ്സ് കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമെന്നും മിൻറ്റോ മോർലി റീഫോംസിൽ പറഞ്ഞു. ആരെ സന്തോഷിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ നമ്മുടെ മോഡറേറ്റുകളെ, അവരാണല്ലോ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിൽക്കുന്നത്. മോഡറേറ്റുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന പരിഷ്കാരമാണ് മിൻറ്റോ മോർലി. അത് കൊണ്ടുവന്ന വർഷം ഏതാണ്? 1909. അതിനകത്ത് എത്ര പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു? രണ്ട് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് എന്താണ്? മുസ്ലിംസിന് വേണ്ടി പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാക്കാം. രണ്ടാമത്തെ അവരുടെ പ്രൊവിഷൻ എന്തായിരുന്നു? എക്സ്പാൻഷൻ ഓഫ് ദ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ. ഓക്കെ. അപ്പോൾ മോഡറേറ്റുകൾ സന്തോഷിക്കും. കാരണം എന്താ? നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ കുറച്ചുകൂടി പവേഴ്സൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ബ്രിട്ടീഷുകാരെ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ രണ്ട് പ്രൊവിഷൻസ് കൊണ്ടുവന്നത്. അപ്പം മിൻറ്റോ മോർലി റീഫോം എന്ന് ചോദിച്ചാൽ ഇത് ഓർത്തോണം. ഓക്കെ. ദെൻ ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവർ മൂന്ന് പേരും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആയിരുന്നു. ഓൾറെഡി ഐ ടോൾഡ് യു. ഓക്കെ. Then, the partition of Bengal and the Mindo Morley reforms are examples of the British policy of divide and rule substantiate. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പോളിസിയുടെ പേരാണ് ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിക്കുക, ഭരിക്കുക. ഓക്കെ. അവരുടെ കോളനികളിലൊക്കെ പല സ്ട്രാറ്റജീസാണ്, പല പോളിസീസാണ് അവർക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, സൗത്ത് ആഫ്രിക്കയിൽ എന്ത് പോളിസിയായിരുന്നു? അപ്പാർത്തൈഡ് ആയിരുന്നു. ഓക്കെ. എന്താണ് ഈ അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്? അവിടെ കറുത്തവർ വെളുത്തവരെന്നുള്ള വ്യത്യാസം ഉണ്ടാക്കിയിട്ട് അവരെ ഡിവൈഡ് ചെയ്തിട്ട് അവരെ റൂൾ ചെയ്യുക. എന്നാൽ ഇന്ത്യയിൽ അവരുടെ റൂളിംഗ് എങ്ങനെയായിരുന്നു? അവരുടെ പോളിസി എന്തായിരുന്നു? ഡിവൈഡ് ആൻഡ് റൂൾ. ഹിന്ദു മുസ്ലിം എന്ന രീതിയിൽ റിലീജിയൻ വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അവരെ രണ്ടാക്കി വിഭജിച്ചിട്ട് ഇവിടെ ദീർഘകാലം ഭരിക്കുക. ഓക്കെ. നമുക്കറിയാം ഹിന്ദുക്കളും മുസ്ലിംസും ഇന്ത്യയിൽ ഒന്നായാൽ
ആർക്കാണത് ദോഷം ഉണ്ടാക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക്. കാരണം എന്താ, അവർ ഒരുമിച്ച് ചെന്ന് യുണൈറ്റഡ് ആയിട്ട് സ്ട്രഗിൾ ചെയ്താൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ വിട്ടു പോകേണ്ടി വരും. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂർമ്മ ബുദ്ധിയിൽ അവരെന്ത് കണ്ടുപിടിച്ചു? നമുക്ക് ഇന്ത്യയിൽ ഒരു പോളിസി അപ്ലൈ ചെയ്യാം. എന്താണ് ആ പോളിസി? ഡിവൈഡ് ആൻഡ് റൂൾ. ഇത് ശരിയാണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലേ? പാർട്ടീഷൻ ഓഫ് ബംഗാളും മിൻറ്റോ മോർലി റീഫോംസും ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന അവരുടെ ആ പോളിസിയുടെ എക്സാമ്പിളാണ്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഡു യു എഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? യെസ്, വി എഗ്രി. ദെയർ പോളിസി വാസ് ഡിവൈഡ് ആൻഡ് റൂൾ. ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് മിൻറ്റോ മോർലി റീഫോംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് പോളിസി. അവരെ ബംഗാൾ എങ്ങനെയാണ് വിഭജിച്ചത്? നമ്മൾ ആൻസറിൽ നോക്കിക്കേ. ബ്രിട്ടീഷ് ഡിവൈഡഡ് ബംഗാൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റ് എന്നും വെസ്റ്റ് എന്നുമാണ് അവർ ബംഗാളിനെ ഡിവൈഡ് ചെയ്തത്. ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റ് പാർട്ട് മജോറിറ്റി മുസ്ലിംസ് ആൻഡ് വെസ്റ്റ് പാർട്ട് മജോറിറ്റി ഹിന്ദുസ്. അപ്പോൾ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും രണ്ടാക്കിയല്ലേ അവരുടെ ഉദ്ദേശം? യെസ്, ദേ ഡിവൈഡ് ബംഗാൾ ഇൻടു ടു, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇൻ ഈസ്റ്റേൺ പാർട്ട് Muslim majority and in western part Hindu majority. So it is an example for divide and rule. Then in Minto Morley reforms, British create separate constituencies for Muslims. Minto Morley reformsil avare Muslimsinu vendi separate constituencies undaki koduthu. Is there any need for this separate constituency? No need. അല്ലേ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആയാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷേ അവരെ ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവന്നത്? സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസ്. സോ ഓൾ ദീസ് ഷോസ് ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ആ പോളിസി നമുക്ക് കറക്റ്റാണ്. കാരണം എന്താണ്? അവർ കൊണ്ടുവന്ന ഇത് പാർട്ടീഷൻ ഓഫ് ബംഗാളും മിൻറ്റോ മോർലി റീഫോംസും ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും രണ്ടാക്കാൻ, സെപ്പറേറ്റ് ചെയ്യാനുള്ള അവരുടെ ഗൂഢ ലക്ഷ്യമായിരുന്നു. ഓക്കെ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ എമർജൻസ് ആൻഡ് റെലവൻസ് ഓഫ് ഹോം റൂൾ ലീഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വേൾഡ് വാർ, അതായത് 1914, 1914 ആരംഭിച്ച ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് നമ്മുടെ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയും മിൻറ്റോ മോർലി റീഫോംസ് ഒക്കെ കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ അവരുടെ സ്ട്രഗിൾസും അവരുടെ പ്രൊട്ടസ്റ്റും ഒന്നും അത്ര കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മേലാതെ ഒരു നിശ്ചലമായ അതായത് വലിയ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ആയിപ്പോയ ഒരു കാലമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ 1914 കാലഘട്ടം. ആ സമയത്ത് കാര്യങ്ങളെയൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ, അതിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പുതിയ ഒരു സംഘടനയാണ് ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗ് പേര് സൂചിപ്പിക്കുന്ന പോലെ സ്വന്തം രാജ്യത്ത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഭരിക്കണം. ഹോം റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയഭരണം, അല്ലേ? സ്വന്തം ഭരണം അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ലീഗായിരുന്നു ഹോം റൂൾ ലീഗ്. അപ്പോൾ ഈ ഹോം റൂൾ ലീഗ് എങ്ങനെ വന്നു, അതിൻ്റെ ലീഡർ ആരായിരുന്നു, അവരുടെ പ്രവർത്തനം എന്തായിരുന്നു, നമുക്കൊന്ന് പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹോം റൂൾ ലീഗ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇത്, അതൊരു സെപ്പറേറ്റ് ലീഗാണ്. പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്തു തന്നെയാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് വെയർ റിവൈവ്ഡ്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് തണുത്ത് കിടക്കുന്ന അവസ്ഥയായിരുന്നു. അത് റിവൈവ്ഡ് ആയ സമയമാണ്. റിവൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവിപ്പിക്കുക, ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയ സമയമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റ് വാസ് ലെഡ് ബൈ ഓർഗനൈസേഷൻ കോൾഡ് ദ ഹോം റൂൾ ലീഗ്. ഇങ്ങനെ റിവൈവൽ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പുതിയ ഓർഗനൈസേഷനായിരുന്നു ഹോം റൂൾ ലീഗ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം ഭരണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹോം റൂൾ, നമ്മുടെ സ്വന്തം വീട് നമ്മൾ തന്നെ ഭരിക്കുക, നമ്മുടെ സ്വന്തം രാജ്യം സ്വന്തമായി ഭരിക്കുക. ഇതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് മലയാളത്തിൽ ഇരുന്ന് നല്ലൊരു വാക്കുണ്ട്, ഹോം റൂൾ, സ്വയഭരണം, സ്വന്തം ഭരണം എന്നൊക്കെ നമുക്ക് വേണേൽ അർത്ഥം പറയാം. ഓക്കെ, ദ ലീഡേഴ്സ് ആനി ബെസന്റ് ആൻഡ് ബാലഗംഗാധര തിലക് ഗെയിൻ പോപ്പുലർ സപ്പോർട്ട് ഇൻ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ്. ഹോം റൂളിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു ആനി ബെസന്റ്. നമുക്ക് ആനി ബെസന്റിനെ ഒന്ന് കാണാം. ഇതാണ് ആനി ബെസന്റ്. ബാലഗംഗാധര തിലകരെ നിങ്ങൾ തലക്കെട്ടൊക്കെയുള്ള ഒരു ലീഡറിനെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ബാൽ പാൽ ലാലിൽ കാണിച്ചു തന്നു. ബാലഗംഗാധര തിലകൻ അദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് ആണ്.
അദ്ദേഹവും ആനി ബെസന്റ് ഇവരൊരു ഫോറിനറാണ്, പക്ഷേ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ ലീഡറായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഹോം റൂൾ ലീഗിൻ്റെ ലീഡേഴ്സ്. അവർക്ക് വലിയ സപ്പോർട്ടാണ്. ദേ ഗെയിൻ പോപ്പുലർ സപ്പോർട്ട് ഇൻ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ്. ദ എയിം ഓഫ് ദ ഓർഗനൈസേഷൻ വാസ് ഹോം റൂൾ ഓർ സെൽഫ് ഗവൺമെൻറ്. സ്വന്തം ഗവൺമെൻറ്, ഇന്ത്യക്കാർ ഭരിക്കുന്ന ഗവൺമെൻറ് എന്നായിരുന്നു ഈ ഓർഗനൈസേഷൻ്റെ എയിം തന്നെ. അപ്പം ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കുക, ഇന്ത്യക്കാർക്ക് ഭരണം ഏറ്റെടുക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. ഹോം റൂൾ, സെൽഫ് ഗവൺമെൻറ്. ഇറ്റ് ഹാഡ് മെനി ബ്രാഞ്ചസ്. ഇവരെ നമ്മുടെ ലീഡേഴ്സ് ആനി ബെസന്റും ബാലഗംഗാധര തിലകനും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ധാരാളം ബ്രാഞ്ചസ് ഈ ഹോം റൂൾ ലീഗിന് ഉണ്ടാക്കി. റിയലൈസിംഗ് ദ ത്രെറ്റ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് ആനി ബെസന്റ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന സംഘടന ഒരു ത്രെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി, അവർക്കൊരു ഭീഷണിയാണെന്ന് മനസ്സിലായി. സോ റിയലൈസിംഗ് ദ ത്രെറ്റ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് വാട്ട് ഡിഡ് ദേ ഡു? ദേ അറസ്റ്റ് ആനി ബെസന്റ് ആൻഡ് ഇംപ്രിസൺഡ്. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ലേറ്റർ എന്നാൽ പിന്നീട് ആനി ബെസന്റ് റിലീസാകപ്പെട്ടു. എന്നിട്ട് അവരെ ആരായിട്ട് തിരഞ്ഞെടുത്തു? ഷീ വാസ് ദ ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റായി അവർ മാറി. അപ്പോൾ അവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആനി ബെസന്റിനെ അവർ റിലീസായ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഫസ്റ്റ് വിമൻ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാം. ഹൂ വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആനി ബെസന്റ്. ഹൂ വേർ ദ ലീഡേഴ്സ് ഓഫ് ഹോം റൂൾ ലീഗ്? ആനി ബെസന്റ് ആൻഡ് ബാലഗംഗാധര തിലക്. വാട്ട് വാസ് ദ എയിം ഓഫ് this home rule league? The main aim was home rule or self government. Home rule എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആനി ബെസന്റിനെ നമ്മൾ കണ്ടു. Then what was the importance of decisions of Lucknow Congress of 1916? 1916 ലക്നൌവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു കോൺഫറൻസ് കൂടി. അപ്പോൾ നിങ്ങൾക്ക് അധികം കോൺഫറൻസിനെ പറ്റി പഠിക്കാനില്ല, പക്ഷേ ഈ ലക്നൗ കോൺഫറൻസ് 1916 ആരംഭിച്ച ലക്നൗ കോൺഫറൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണ്? അവർ രണ്ട് പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുത്തു. എന്താണ് ഒന്നാമത്തെ ഡിസിഷൻ? ദ കോൺഫറൻസ് ഡിസൈഡഡ് ദാറ്റ് ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഷുഡ് യുണൈറ്റ്. അവർ പറഞ്ഞു ഇനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ, ഈ കോൺഫറൻസിലെ തീരുമാനമായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പ് പാടില്ല. ദേ ഷുഡ് യുണൈറ്റ്. ഈ രണ്ട് ഗ്രൂപ്പ് കൂടി ഒന്നാകണം. നിങ്ങൾക്കറിയാം, എവിടെ ഡിവിഷൻ ഉണ്ടാകുന്നോ, എവിടെ സ്പ്ലിറ്റ് ഉണ്ടാകുന്നോ ആ സംഘടന തീർന്നു പോകും അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1907 ഇവർ സ്പ്ലിറ്റ് ആയതോടുകൂടി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INCയുടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് 1916 ലക്നൗ കോൺഫറൻസ് ഒരു തീരുമാനം പറഞ്ഞു, ഇനി എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റുകളും രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല. ദേ ഷുഡ് യുണൈറ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിസിഷൻ എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അപ്പോൾ പുതിയൊരു സംഘടനയും കൂടെ ഉണ്ടായി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. എന്നിട്ട് നമ്മുടെ കോൺഫറൻസ് എന്ത് പറഞ്ഞു? ഇവരും വർക്ക് ടുഗെദർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും രണ്ടായിട്ട് പ്രവർത്തിക്കരുത്. ദേ ഷുഡ് വർക്ക് ടുഗെദർ. ഈ രണ്ട് സംഘടനകളും ഒന്നായിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ? നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് ഡിസിഷൻസ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റുകളും യുണൈറ്റ് ചെയ്യണം. രണ്ടാമത്തെ തീരുമാനം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും യുണൈറ്റ് ചെയ്യണം. ദേ ഷുഡ് യുണൈറ്റ് ചെയ്യണമെന്നല്ല, സോറി, അവർ ഒന്നാകാൻ പറഞ്ഞില്ല. ദേ ഷുഡ് വർക്ക് ടുഗെദർ. അവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. എന്തിനു വേണ്ടി? ഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് അവസാനം, നമ്മുടെ പാഠത്തിൻ്റെ അവസാന ഭാഗമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒക്കെ ആണെങ്കിലും അതിനെ ഒന്നും ഇഷ്ടപ്പെടാതെ, അതിലൊക്കെ ഡിസാറ്റിസ്ഫൈഡ് ആയി, റെവല്യൂഷണറി ആയിട്ട് കുറച്ച് ആയുധമൊക്കെ എടുത്ത് പോരാടി, ബ്രിട്ടീഷുകാരുടെ പട്ടാളവുമായിട്ടൊക്കെ ആയുധം വെച്ച് ഫൈറ്റ് ചെയ്ത് ബ്ലഡൊക്കെ ഒഴുക്കി ഇന്ത്യയെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ച കുറച്ച് റെവല്യൂഷണറി ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിൻ്റെ പേര് മാത്രം നമുക്കൊന്ന് പഠിക്കാം, അതിൻ്റെ ലീഡേഴ്സിൻ്റെ പേര് നമുക്കൊന്ന് പഠിക്കാം. അതത്രേ ഉള്ളൂ. നിങ്ങൾക്കത് വളരെ വിപുലമായിട്ടൊന്നും പഠിക്കാനില്ല. അതൊക്കെ നിങ്ങൾക്ക് 9th 10th ഒക്കെ പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ 8ാം ക്ലാസ്സുകാരല്ലേ, കൊച്ചു കുട്ടികളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പേര്, അവരുടെ ലീഡേഴ്സ്, ഓക്കെ, ചിലപ്പം 1 വേർഡോ
മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരായിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പം ഓർഗനൈസേഷൻ്റെ പേര് കണ്ടാൽ ലീഡറിൻ്റെ പേരുമായിട്ട് മാച്ച് ചെയ്യാനേ, അതുപോലെ വൺ വേർഡ് എഴുതാനൊക്കെ മാത്രം പഠിച്ചാൽ മതി. 1 അനുശീലൻ സമിതി. അതാരാണ് ഉണ്ടാക്കിയത്? സച്ചിദാനന്ദ നാഥ് സന്യാൽ ആൻഡ് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷും സച്ചിന്ദ്ര നാഥ് സന്യാലും കൂടി ഉണ്ടാക്കിയ ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ. റെവല്യൂഷണറി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, ആയുധം എടുത്ത് പോരാടണമെന്ന് പറയുന്നവരാ. അനുശീലൻ സമിതി. അതുപോലെ ഭാരത് മാതാ അസോസിയേഷൻ എന്നൊരു സംഘടനയാണ് ഉണ്ടാക്കി. ഭാരത് മാതാ അസോസിയേഷൻ ആരാണെന്ന് ഉണ്ടാക്കിയത്? നീലകാന്ത ബ്രഹ്മചാരി ആൻഡ് വാഞ്ചി അയ്യർ, അജിത് സിംഗ്. 3 പേര് കൂടിയ. വാഞ്ചി അയ്യർ നമുക്കറിയാം, ഒരു തമിഴ്നാട്ടുകാരനാണ്. നീലകാന്ത ബ്രഹ്മചാരി, ദെൻ അജിത് സിംഗ്. മദ്രാസിലാണ്. ഇവർ 3 പേരും കൂടി മദ്രാസിലുണ്ടാക്കിയ ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷനാണ് ഭാരത് മാതാ അസോസിയേഷൻ. ദെൻ യുഗാന്തർ പാർട്ടി. അതാരാണ് ഉണ്ടാക്കിയത്? റാഷ് ബിഹാരി ബോസും കുഡിരാം ബോസ്. 2 ബോസുകളാണ് അല്ലേ? റാഷ് ബിഹാരി ബോസ് ആൻഡ് കുഡിരാം ബോസ്. അവർ ബംഗാളിൽ ഉണ്ടാക്കിയ സംഘടനയാണ് യുഗാന്തർ പാർട്ടി. ദെൻ ഗദ്ദർ പാർട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗദ്ദർ പാർട്ടി അമേരിക്ക. നമ്മൾ ഓർക്കുക, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി റെവല്യൂഷണറികൾ അമേരിക്കയിൽ പോയി ഉണ്ടാക്കിയ നമ്മുടെ സംഘടനയാണ് ഗദ്ദർ പാർട്ടി. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ലാല ഹർദയാൽ. നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഗദ്ദർ പാർട്ടിയാണ്. ലാൽ ഹർദയാൽ. ആ പേരുകൂടി പഠിച്ചോണം. ലാല ഹർദയാലാണ് ഗദ്ദർ പാർട്ടിയുടെ ലീഡർ. അതെവിടെയാണ് ഫോം ചെയ്തത്? അമേരിക്ക. ഓക്കെ. ഈ റെവല്യൂഷണറി ഓർഗനൈസേഷനും അവരുടെ ലീഡേഴ്സിൻ്റെ പേരും മാത്രം ഓർത്ത് വെക്കുക. താങ്ക് യു ചിൽഡ്രൻ. നമ്മുടെ ഈ ലോങ് ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 4th ചാപ്റ്റർ നല്ലൊരു ചാപ്റ്ററാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. എല്ലാവരും നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.